മോളെയും കൊണ്ട് ദുബായ് ഒന്ന് റൗണ്ട് അടിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഈവനിങ് പുറത്തേക്ക് ഇറങ്ങി. കൂടെ നമ്മുടെ കേശുവേട്ടനുണ്ട്. ഇതാട്ടോ നമ്മുടെ ഫാമിലി ഫ്രണ്ട് കേശുവേട്ടൻ. പീഹുവിന് കേശുമാമനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവൾ കേശുമാമൻ്റെ കൂടെ സെറ്റായി. പുറത്ത് നല്ല ചൂടാട്ടോ. നല്ല ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ മനുഷ്യന് സഹിക്കാൻ പറ്റാത്തതിലും വലിയ ചൂടാണ്. കാറിൽ AC ഇല്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ല. കേരളത്തിലെ അടിപൊളി കാലാവസ്ഥയിൽ നീണ്ടു നിവർന്ന് അടിച്ചു പൊളിച്ച എനിക്കും പീഹുമോൾക്കും ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് ഈ ചൂട്. ഇനി നമ്മൾ പോകുന്നത് അൽ ഷിൻഡഗ ടണൽ എന്നറിയപ്പെടുന്ന ഷിൻഡഗ ടണലിലൂടെയാണ്. 1975 പരേതനായ ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം ഉദ്ഘാടനം ചെയ്ത ഗൾഫ് രാജ്യങ്ങളിലെ തന്നെ ഫസ്റ്റ് അണ്ടർ വാട്ടർ ടണൽ. അക്കാലത്ത് ഇത് വളരെ ശ്രദ്ധ നേടിയ ഒരു എഞ്ചിനീയറിംഗ് വർക്കായിരുന്നു. ദുബായിയെ ഒരു മോഡേൺ സിറ്റിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ വിപ്ലവകരമായ മാറ്റം. പെർത്ത് ദുബായിയെയും ദേരയും കണക്ട് ചെയ്യുന്ന ഈ ഒരു തുരങ്കത്തിലൂടെ ദിവസവും ഒരു 55,000 വണ്ടികളോളം കടന്നു പോകുന്നുണ്ട്. ഈ തുരങ്കത്തിലൂടെ മിനിമം വേഗത എന്ന് പറയുന്നത് 60 km/h ആണ് കേട്ടോ. ഗതാഗതക്കുരുക്ക് വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ ഷിൻഡഗ ടണൽ പോലുള്ള ടണലുകൾ ദുബായ് രാജ്യങ്ങളിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. എത്ര പോയാലും അത്ഭുതമായിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്ന ടണലായത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ദുബായിൽ വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ, എനിക്കൊരു നാടൻ സദ്യ കഴിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞപ്പോൾ നേരെ പോയത് ആരാമത്തിലേക്കാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പുറത്ത് വെയിറ്റിങ്ങിലാണ് നമ്മളുള്ളത്. കാരണം അകത്ത് കുത്തി നിറച്ച പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ചൂട് കാരണം മുഖമൊക്കെ ഫുള്ള് ഡള്ളായി. പീഹുവിന് അടുത്തൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അവൾ അവിടെ സെറ്റായിട്ടുണ്ട്. നമ്മളിങ്ങനെ കാത്തിക്കാണ് നമ്മുടെ വിളി എപ്പോൾ വരും എന്നാലോചിച്ചിട്ട് വിശന്നിട്ട് കുടൽ കരിയാൻ തുടങ്ങി. ഫൈനലി നമ്മൾ അകത്തേക്ക് എൻ്റർ ചെയ്തു. അകത്ത് കയറിയപ്പോൾ വല്ലാത്തൊരാശ്വാസവും സമാധാനവും. പെട്ടെന്ന് തന്നെ അവർ ഫുഡ് തന്നു നമുക്ക്. പറഞ്ഞതുപോലെ തന്നെ നല്ല നാടൻ ഫുഡായിരുന്നു. അവിയൽ, എലിശ്ശേരി, സാമ്പാർ, നല്ല മീൻ കറി. കേശുവേട്ടൻ്റെ മുഖം കണ്ടാൽ അറിയാം പുള്ളിക്കാരൻ നല്ല ഹാപ്പിയാണ്. ഒരു മൊത്തം ഫുഡൊന്നും കഴിക്കില്ലെങ്കിലും അല്ലറ ചില്ലറ ഫുഡൊക്കെ പീഹുമോളും തട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ എടുത്ത് പറയാനുള്ള ഇവിടുത്തെ പായസമാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ പായസം. വീണ്ടും ചോദിക്കാനുള്ള നാണക്കേടോ ചമ്മലോ മടി കാരണം ഞാൻ വീണ്ടും പായസം ചോദിച്ചില്ല. എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ അഡ്ജസ്റ്റ് ആക്കി. എനിക്ക് ഏറ്റവും വിഷമമായിട്ട് തോന്നിയിട്ടുള്ളത് മോള് വെള്ളം ചോദിച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം കിട്ടിയത്. ആ വെള്ളം അവൾ കുടിക്കുന്നത് കണ്ടിട്ടുള്ള എക്സ്പ്രഷനാട്ടോ ഇത്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്ത ബീഫ് കറി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫുഡിൽ ഞാൻ 5 സ്റ്റാർ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഇവിടുത്തെ സർവീസിൽ 1 സ്റ്റാർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാരണം ഞാൻ ഇവിടുത്തെ സർവീസിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയില്ല. എന്തായാലും ഫുഡ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.